ജോസിൽ കൂടി ചേരുന്നുണ്ട്. ജോസിൽ, വലിയ രീതിയിലുള്ള സങ്കടം അവിടെ തളം കെട്ടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. മന്ത്രി വി.എൻ. വാസവൻ, നേരത്തെ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ അവിടെ എത്തിയിരുന്നു, എ.വി. റസലിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നന്ദു, വളരെ സങ്കടകരമായ ഒരു ദൃശ്യങ്ങളാണ് ഇവിടെ ആഞ്ഞിലിമൂട്ടിൽ വീട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ചങ്ങനാശ്ശേരി തെങ്ങണ ആഞ്ഞിലിമൂട്ടിൽ പരേതനായ അഡ്വക്കേറ്റ് എ.കെ. വാസപ്പൻ്റെയും പി. ശ്യാമളയുടെയും മകനായാണ് എ.വി. റസൽ ജനിക്കുന്നത്. അതിനുശേഷം 17-ാം വയസ്സു മുതൽ SFIയുടെയും DYFIയുടെയും അതുപോലെ തന്നെ CI2വിൻ്റെയും എല്ലാം പ്രവർത്തകനായി ദീർഘനാൾ കോട്ടയം ജില്ലയുടെ സമരസംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വമായി മാറിയ എ.വി. റസലിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ നാടായ തെങ്ങണയിലേക്ക്, കുടുംബ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. 17-ാം വയസ്സിൽ CPMൻ്റെ പാർട്ടി അംഗമായി, SFIയിലൂടെ അതിനുശേഷം DYFIയുടെ ചങ്ങനാശ്ശേരി ബ്ലോക്ക് സെക്രട്ടറിയായി, കോട്ടയം ജില്ലാ സെക്രട്ടറിയായി, അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി, കേന്ദ്ര കമ്മിറ്റി അംഗമായി, അങ്ങനെ ദീർഘകാലം DYFIയുടെ യുവജന സമര സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. അതിനുശേഷമാണ് DYFIയിൽ നിന്ന് ഒഴിവായതിനു ശേഷം CI2 രംഗത്ത് പ്രവർത്തിക്കുകയും CI2വിൻ്റെ ജില്ലാ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം CPMൻ്റെ വിവിധ ചുമതലകളിലേക്ക് വരുന്നത്. ഇത്തരത്തിൽ 28 വർഷമായി കോട്ടയം ജില്ലയിലെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. അതിൽ 14 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചു. അങ്ങനെ ദീർഘകാലം ഈ ജില്ലയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. 2019 വി.എൻ. വാസവൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന സമയത്താണ് താൽക്കാലികമായി കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല എ.വി. റസൽ വഹിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പിന്നീട് അദ്ദേഹം വി.എൻ. വാസവൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി 2021 അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം നടന്ന 2 ജില്ലാ സമ്മേളനങ്ങളിൽ, അവസാനം നടന്ന പാമ്പാടി ജില്ലാ സമ്മേളനത്തിലടക്കം ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മുൻ സമയങ്ങളിലെല്ലാം കോട്ടയം ജില്ലയിലെ നേതാക്കന്മാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും കൃത്യമായി അത് ചെയ്തിരുന്ന ഒരു സഖാവ്. അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് നിറഞ്ഞു നിന്ന ഒരു ഇതായിരുന്നു. ഈ നാട്ടിലടക്കം, തെങ്ങണയിലടക്കം, ചങ്ങനാശ്ശേരി മേഖലയിലടക്കം വർഗീയ ശക്തികൾ പിടിമുറക്കുകയും കലാപത്തിന് ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത സാഹചര്യത്തിലെല്ലാം യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിനെല്ലാം തടയിടുന്ന ഒരു പ്രവർത്തനം സംഘടിപ്പിച്ച നേതാവായിരുന്നു എ.വി. റസൽ. അങ്ങനെ ജില്ലയിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവാണ്. അതുമാത്രമല്ല, രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹം എക്കാലവും സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഇപ്പോൾ വീട്ടിലേക്കും എല്ലാം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ. ഇപ്പം കോട്ടയം MLA ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, മോൻസ് ജോസഫ്, അങ്ങനെ രാഷ്ട്രീയത്തിനതീതമായി CPMൽ പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമല്ല, എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ മുതൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് 12 മണിയോടുകൂടി കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ച സമയം മുതൽ ആയിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ദീർഘകാലം അദ്ദേഹം DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ CPMൻ്റെ ഏരിയ സെക്രട്ടറിയായും എല്ലാം പ്രവർത്തിച്ച ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചപ്പോഴുമെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തിയത്. ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ഈ വീട്ടിലെത്തി അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ. രാധാകൃഷ്ണൻ MP ചേരുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പറയാം. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉടൻ തന്നെ പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇങ്ങനെ നിരവധി ആളുകൾ അദ്ദേഹത്തോട് വ്യക്തിബന്ധങ്ങളുള്ള, കാരണം പ്രതികരിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അറിയാം. കാരണം അത്രയേറെ യുവജന സംഘടനാ രംഗത്തടക്കം ഒരുപാട് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന നേതാക്കന്മാരാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ നിറഞ്ഞ കണ്ണുകളോടെയാണ് ഇപ്പം കുറച്ചു മുമ്പ് നമ്മളോട് സംസാരിച്ച M.V. ഗോവിന്ദൻ മാസ്റ്റർ അടക്കമാണെങ്കിലും വളരെ കഴിഞ്ഞ ഇടയ്ക്ക് പോലും ഈ വീട്ടിലെത്തി അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ച അടക്കമുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ പോലും ഓർത്തെടുത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി വ്യക്തിബന്ധങ്ങളുള്ള ഒരുപാട് നേതാക്കൾ ഇവിടേക്ക് കടന്നു വരികയാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങളും അവർ സൂക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ എ.വി. റസലിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഈ വീട്ടിലേക്കും ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്ദു, തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആളുകളാണ് CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയായ എ.വി. റസലിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ചങ്ങനാശ്ശേരിയിലെ തെങ്ങണയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്.